ചികിത്സ കിട്ടാതെ രോഗി മരിച്ചതിൽ പരാതിയുമായി കുടുംബം SK ആശുപത്രിക്കെതിരെയാണ് പരാതി നൽകിയത്. ആശുപത്രിക്കെതിരെ കടുത്ത ആരോപണമാണ് രോഗിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. 5.5 മണിക്കൂർ ഒരു വിധത്തിലുള്ള ചികിത്സയും ലഭിച്ചിട്ടില്ലെന്ന് ബന്ധുക്കൾ. മരിച്ചതിന് ശേഷമാണ് പരിശോധനകൾ പോലും നടത്താൻ തയ്യാറായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. അഞ്ജു ജയപ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജു, അല്ലെങ്കിൽ തന്നെ ആരോഗ്യ മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തിരുവനന്തപുരം SK ആശുപത്രിയിൽ നിന്ന് വീണ്ടും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ കേൾക്കുന്നത്. എന്താണ് സംഭവം? വീണ, കഴിഞ്ഞ ദിവസമാണ് ജോലി സ്ഥലത്ത് നിന്ന് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നൊരു സ്ഥിതി അഖിൽ മോഹൻ ഉണ്ടാവുന്നത്. ശേഷം ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് അഖിൽ മോഹനെ എത്തിച്ചു. എന്നാൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ICU യൂണിറ്റും കിടക്കകളും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി അവിടെ നിന്ന് അഖിൽ മോഹനെ മടക്കി. അവിടെ നിന്ന് ബന്ധുക്കൾ എത്തി. ഒപ്പം തന്നെ ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെയും വേണ്ട സൗകര്യമില്ലാത്തതിനാൽ ആശുപത്രി പിന്നീട് SK ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് SK ഹോസ്പിറ്റലിലേക്കാണ് കുടുംബം അഖിൽ മോഹനുമായി എത്തിയത്. ശേഷം ആൻജിയോഗ്രാം ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. എന്നാൽ അത് ചെയ്യാതെ 5.5 മണിക്കൂറോളം അഖിൽ മോഹനെ വെറുതെ ചികിത്സ ലഭിക്കാതെ കിടക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആശുപത്രിയിൽ ഈ പരിശോധനാ യന്ത്രം തകരാറിലായത് തങ്ങളോട് മറച്ചു വെക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തതെന്നാണ് ഇപ്പോൾ മരിച്ച അഖിൽ മോഹന്റെ കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആൻജിയോപ്ലാസ്റ്റിയാണ് ഈ പ്രധാനമായും ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു പരിശോധനയുണ്ട്. ആ പരിശോധന നടത്താതെ 5.5 മണിക്കൂർ വൈകിപ്പിച്ച് മരണം സംഭവിച്ചതിന് ശേഷമാണ് മറ്റു പരിശോധനകൾ നടത്താമെന്ന് ആശുപത്രി അധികൃതർ കുടുംബത്തോട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ കുടുംബം അപ്പോഴും ചോദിക്കുന്നുണ്ട്, അഖിൽ മോഹനെ ജീവനോടുകൂടി നിങ്ങൾക്ക് ഇനി തിരിച്ചു തരാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ അതിനി സാധ്യമല്ല എന്നാണ് അവരോട് മറുപടി പറഞ്ഞത്. പിന്നീട് ആശുപത്രിയിൽ നിന്ന് അവർ വലിയ തരത്തിൽ ഡോക്ടർക്കെതിരെയും ഒപ്പം ആശുപത്രി അധികൃതർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്നു. ശേഷം പൂജപ്പുര ആശുപത്രിയിലാണ് ഇപ്പോൾ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കുടുംബം. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൂജപ്പുര പോലീസും നൽകുന്നത്. എന്തായാലും ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണമാണ്. SK ആശുപത്രിക്കെതിരെയാണ് നിലവിൽ കുടുംബം പരാതി പറഞ്ഞിരിക്കുന്നതെങ്കിലും നിലവിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അവസ്ഥ ഉൾപ്പെടെ കുടുംബം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമാണുള്ളത്. വീണ, കൂടുതൽ വിവരങ്ങൾ നൽകിയത് അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന്.